ഓം ശ്രീ സായിറാം. എല്ലാവർക്കും നമസ്കാരം. അപരോക്ഷ അനുഭൂതി നമുക്ക് തുടർന്ന് നോക്കാം. ശ്രീഹരിം പരമാനന്ദം ഉപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനാം കാരണം തം നമാമ്യഹം. നമ്മള് അപരോക്ഷാനുഭൂതി എന്ന പ്രകരണ ഗ്രന്ഥത്തിലെ ഏറ്റവും പ്രധാന ഭാഗമായ നിധിധ്യാസനം എന്ന ഭാഗത്തിലാണ് ഇപ്പോ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോ ആചാര്യസ്വാമികൾ പറഞ്ഞു, പതഞ്ജലി മഹർഷിയുടെ യോഗ സാധനകളില് 15 അംഗങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, സാധാരണ ഡിക്ഷണറി മീനിങ്, ഈ 15 സാധനകൾക്കുള്ള വാക്കുകൾക്കുള്ള ഡിക്ഷണറി മീനിങ് ഒന്ന്, പതഞ്ജലി മഹർഷി ആ സാധനയ്ക്ക് യോഗ സാധനയിൽ പറഞ്ഞിരിക്കുന്ന അർത്ഥം വേറെ, പിന്നെ പറഞ്ഞിരിക്കുന്നത് ആചാര്യസ്വാമി അതിന് വേറെ ഒരു തലത്തിലാണ് അതിന്റെ മൊത്തം അർത്ഥം പറയുന്നത്. അപ്പോ ഒരു ജ്ഞാനി എങ്ങനെയാണ് ജ്ഞാനനിഷ്ഠയിലിരിക്കാനായിട്ട് ഈ സാധനങ്ങളെ ഉപയോഗിക്കേണ്ടത്, ഏത് രീതിയാണ് അതിന്റെ അർത്ഥത്തെ ഗ്രഹിക്കേണ്ടത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതില് ആദ്യത്തെ സാധനയായ, ആദ്യത്തെ അംഗമായ യമഹ എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം നോക്കി. യമഹ എന്ന് പറയുമ്പോൾ വിഷയേഭ്യഃ ഇന്ദ്രിയാണാം നിയന്ത്രണം അല്ലെങ്കിൽ നിവാരണം എന്ന് കണ്ടു. അതെങ്ങനെ സാധിക്കണം? ഒരു ജ്ഞാനി ആത്മജ്ഞാനഹേതുന ഇന്ദ്രിയ ശാന്തി, അതാണ് ഒരു ജ്ഞാനി ചെയ്യേണ്ടത് ജ്ഞാനനിഷ്ഠയിലിരിക്കാനായിട്ട്. ഒരു സംസാരി എങ്ങനെയാണ് ഇന്ദ്രിയ നിയന്ത്രണം അല്ലെങ്കിൽ അതൊക്കെ ചെയ്യുക? അയാൾ ഭോഗം കൊണ്ട്, ആഗ്രഹം വരുമ്പോൾ ആ ഇന്ദ്രിയത്തിന്റെ ആഗ്രഹം എന്താണോ അതനുസരിച്ചുള്ള ഭോഗങ്ങൾ ചെയ്യും. അത് വിചാരിക്കും, അതുകൊണ്ട് അതിന് ശാന്തി ഉണ്ടാവും എന്ന് വിചാരിക്കും. പക്ഷെ വീണ്ടും തത്സമയം ഒരു ശാന്തി ഉണ്ടാവും, വീണ്ടും ആഗ്രഹം വരും, അങ്ങനെ പോകും. ഒരു സാധകൻ സാധാരണ നിലയ്ക്ക്, ഒരു ജ്ഞാനി, ഒരു മൂക്ഷമായിട്ടുള്ള ആള് ആദ്യത്തെ പടികളിലെ സാധനകൾ ചെയ്യുന്ന സമയം എങ്ങനെയാ യമം ശീലിക്കുന്നത്? അവിടെ വൈരാഗ്യം കൊണ്ടാണ് യമത്തെ ശീലിക്കുന്നത്. അത് കഴിഞ്ഞ് അവസാന സ്റ്റേജിൽ വരുമ്പോൾ, അതായത് ഒരു നിധിധ്യാസനം എന്നുള്ള നിധിധ്യാസകൻ ആയി മാറുന്ന സമയത്ത്, ഇപ്പോ എല്ലാം ബ്രഹ്മവിചാരമാണ്, പൂർണ്ണമായിട്ടും ബ്രഹ്മവിചാരത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യണം? സാധാരണ ഒരു പഴയ സാധകന്റെ രീതിയിലല്ല സാധന ചെയ്യേണ്ടത്. അവിടെ യമം എന്ന് പറയുമ്പോൾ ആത്മജ്ഞാനഹേതുന, എല്ലാം ഈശ്വര ചൈതന്യം തന്നെ, എല്ലാം ആത്മാ തന്നെ എന്നുള്ള ഒരു സർവം ബ്രഹ്മേതി വിജാനാത് എന്ന് പറഞ്ഞു. സർവം ബ്രഹ്മേതി വിജാനാത്, എല്ലാം ബ്രഹ്മമാണ് എന്നറിഞ്ഞ് അതിനെ നിയന്ത്രിച്ച് നിവാരണം ചെയ്ത് മുന്നോട്ട് പോകണം. സർവം ബ്രഹ്മം എന്നൊരു രീതിയിൽ കാണണം എന്ന് പറഞ്ഞു. ഇനി അടുത്ത സാധനയാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. 105-ാമത്തെ ശ്ലോകം. 105-ാമത്തെ ശ്ലോകത്തിൽ അടുത്ത സാധനയെ പറയുന്നു. സജാതീയ പ്രവാഹശ്ച വിജാതീയ തിരസ്കൃതിഃ നിയമോ ഹി പരാനന്ദോ നിയമാത് ക്രിയതേ ബുധൈഃ. സജാതീയ പ്രവാഹശ്ച വിജാതീയ തിരസ്കൃതിഃ നിയമോ ഹി പരാനന്ദോ നിയമാത് ക്രിയതേ ബുധൈഃ. രണ്ടാമത്തെ സാധന എന്താണ്? രണ്ടാമത്തെ സാധന യമം കഴിഞ്ഞു, ഇനി നിയമം. യമ നിയമാദികൾ തന്നെ പറയുന്നത്. ഇപ്പൊ നിയമത്തെയാണ് ഇവിടെ എടുക്കുന്നത്. യമം കഴിഞ്ഞു നിയമം. നിയമത്തിന് സാധാരണ അർത്ഥം റെഗുലേഷൻ, തിങ്സ് ടു ബി ഡൺ പോസിറ്റീവ്ലി, ഇതൊക്കെയാണ് പറയുന്നത്. റെഗുലേഷൻ, നിയന്ത്രിക്കുക. തിങ്സ് ടു ബി ഡൺ പോസിറ്റീവ്ലി, ശരിയായിട്ട് പോസിറ്റീവായിട്ട് ചെയ്തിരിക്കേണ്ട കാര്യങ്ങളാണ് നിയമം. ചെയ്യേണ്ട കാര്യങ്ങളെയാണ് നിയമത്തിൽ പറയുന്നത്. അപ്പൊ ജ്ഞാനിക്ക് എന്താണ് നിയമം? ജ്ഞാനി എന്താണ് ചെയ്യേണ്ടത്? നിർബന്ധമായിട്ടും ജ്ഞാനി അനുഷ്ഠിച്ചിരിക്കേണ്ടത് എന്തൊക്കെയാണ്? എന്താണ് ചെയ്യേണ്ടിയിരിക്കുന്നത്? ആചാര്യസ്വാമി പറയുന്നു, ഇവിടെ
ചെയ്യാന്ന് പറഞ്ഞാൽ പ്രവൃത്തികളെയല്ല, മനസ്സിനെയാണ് ഇവിടെ എടുക്കുന്നത്. മനസ്സിലെ വിചാരത്തെയാണ് ഇവിടെ എടുക്കുന്നത്. ഈ നിയമത്തിനകത്ത് മനസ്സിനെയാണ് എടുക്കുന്നത്, സാധാരണ കാണിക്കുന്ന പ്രവൃത്തികളെയല്ല. മനസ്സ് രണ്ട് വിധം വിചാരത്തെ വെളിപ്പെടുത്തും എന്ന് പറയുന്നു. മനസ്സ് രണ്ട് വിധം വിചാരത്തെ വെളിപ്പെടുത്തും. അങ്ങനെ ഒരു കാര്യമാണ് മനസ്സ് ചെയ്യുന്നത്. മനസ്സിൽ ഉൽപ്പത്തിയാവുന്ന രണ്ട് തരത്തിലാണെന്ന് പറയുന്നു. ഒന്ന്, പൂർവജന്മ വാസനകളാൽ വരുന്നത്. മനസ്സിലെ വിചാരം പൂർവജന്മ വാസനകളാൽ വരുന്ന വിചാരം, അങ്ങനെ ഒരു തരത്തിൽ വരും. അതിന് സംസ്കാരം എന്ന് പറയും. പൂർവജന്മ വാസനകളാൽ വരുന്നത് സംസ്കാര രൂപേണ വരുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ഈ ജന്മത്തില് നല്ല സംസ്കാരം ശീലിക്കണം, നല്ല പഠിപ്പ് വേണം. അതിനു വേണ്ടിയിട്ട് പഠിച്ച് നല്ല സംസ്കാരത്തെ ശീലിക്കണം. നന്നായി പഠിച്ച് അറിവ് നേടി ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കണം. അങ്ങനെ ഒരു എന്താ പറയുക, നല്ല സംസ്കാരം നമ്മളിൽ ഉണ്ടാക്കണം. അല്ലെങ്കിൽ എന്താവും, ഇനിയുള്ള ജന്മങ്ങളിലും മോശം സംസ്കാരം കയറി വരും. അപ്പോ നല്ല സംസ്കാരം ഇപ്പോൾ ശീലിച്ച് നമ്മൾ അതിനകത്തിരുന്നാൽ പിന്നീട് നമ്മളിൽ നിന്ന് വരുന്ന ചിന്തകൾ നല്ല സംസ്കാരമുള്ളതായിരിക്കും. എങ്ങനെയാണത്? നല്ല വസ്തുക്കൾ എന്താ തരിക? നല്ല ഗന്ധം, അല്ലെ? നല്ല ഗന്ധം തരുന്ന വസ്തുക്കളുണ്ട്. അവ നല്ല വസ്തുക്കൾ നല്ല ഗന്ധം തരും. ചീത്തയായിട്ടുള്ള, മോശമായി ചീഞ്ഞിട്ടുള്ള വസ്തുക്കളോ അത് മോശമായ ഗന്ധത്തെ തരും. അപ്പൊ നമ്മുടെ ഉള്ളില് നല്ലത് നിറച്ചാൽ നല്ലത് പുറത്തു വരും. നമ്മുടെ ഉള്ളില് നല്ലത് നിറച്ചാൽ നല്ലത് പുറത്തു വരും എന്നുള്ളത് തീർച്ചയാണ്. അപ്പൊ നല്ല വിചാരങ്ങൾ ഉണ്ടാവും. അകത്ത് നല്ലത് നിറച്ചാലേ നല്ല വിചാരങ്ങൾ ഉണ്ടാവുകയുള്ളൂ. മറിച്ച് ആയാൽ ചീത്ത വിചാരങ്ങൾ ഉണ്ടാവും. അപ്പൊ പൂർവജന്മ വാസനകളാലാണ് വരുന്നത്. അപ്പൊ പൂർവജന്മ വാസനകളാൽ വരുന്നതിനെ എങ്ങനെ നിയന്ത്രിക്കാമെന്ന് പറയും. ശരിക്കും സംസ്കാരപരമായിട്ടാണ് വരുന്നത്. അപ്പോ ഇപ്പൊ നമ്മളൊക്കെ ആലോചിച്ചാൽ അറിയാം, നമ്മൾ എന്തോ ഭാഗ്യം ചെയ്തവരാണ്. കഴിഞ്ഞ ജന്മങ്ങളില് നല്ല സംസ്കാരം നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് ഈ സംസ്കാരത്തിലേക്ക് വരാൻ നമുക്ക് സാധിച്ചത്. തീർച്ചയായിട്ടും കഴിഞ്ഞ ജന്മങ്ങളില് നല്ല സംസ്കാരം നമ്മൾ ശീലിച്ചിട്ടുണ്ട്, ഉറപ്പാണ്. പിന്നെ രണ്ടാമത് എങ്ങനെയാണ്? നമ്മളുടെ ഇപ്പോഴത്തെ പ്രസന്റ് എഫർട്ട് കൊണ്ട്, പഴയ സംസ്കാരമല്ല, പൂർവജന്മ സംസ്കാരം കൊണ്ടല്ല, ഇപ്പോഴത്തെ പ്രസന്റ് എഫർട്ട് കൊണ്ട് ആണ് രണ്ടാമത്തെ വിചാരം മനസ്സിലുണ്ടാകുന്നത്. നമ്മൾ പ്ലാൻ ചെയ്ത് വരുന്ന വിചാരങ്ങൾ, നമ്മൾ ഇന്ന രീതിയിൽ വേണം എന്ന് പ്ലാൻ ചെയ്തിട്ട് വരുന്ന വിചാരങ്ങൾ. അതെങ്ങനെയാ വരിക? ചിലപ്പോ ചില സമയം ചില പുസ്തകങ്ങൾ വായിച്ചു കഴിയുമ്പോൾ നമുക്ക് തോന്നും അതാണ് നല്ലത്, ശരിയാണ്, അങ്ങനെയാണ് വേണ്ടത്, ഞാൻ ഇതേവരെ പോയിരുന്ന വഴി തെറ്റാണ്, അങ്ങനെയല്ല വേണ്ടത്, നല്ല രീതിയിലേക്ക് വേണം എന്ന് നമ്മൾക്ക് ഒരു തീരുമാനങ്ങൾ ആ സമയത്തെടുക്കും. ചിലപ്പോ വലിയ വലിയ ആൾക്കാരുടെ ഉപദേശം, അല്ലെ? ചില സമയങ്ങളിൽ നമുക്ക് ഉപദേശം തേടേണ്ടതായിട്ട് വരും. അപ്പൊ നമ്മൾ ഉപദേശം തേടും. ആ ഉപദേശങ്ങൾ നമ്മളെ സ്വാധീനിക്കും. അങ്ങനെ സദ്വിചാരങ്ങളിലേക്ക് നമ്മളെ നയിക്കും. അപ്പൊ ആ വഴിയെ സദുപദേശങ്ങൾ കേട്ട് ആ സദ് വഴിയെ ചിന്തിക്കാൻ തുടങ്ങും. വെറുതെ ഇരുന്നാൽ എന്തുണ്ടാവും? ഇതൊന്നും ചെയ്യാതെ വെറുതെ ഇരുന്നാൽ പൂർവ്വ സംസ്കാരം എന്താണോ അതാണ് കയറി വരിക. അപ്പൊ പൂർവ്വ സംസ്കാരം അഥവാ മോശമായിട്ടുള്ള ആളാണെങ്കിൽ പോലും അയാളെ ഈ ജന്മത്തില് സത്സംഗം കൊണ്ട് എങ്ങനെയാണ് മോക്ഷപദവിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇവിടെ ചിന്തിക്കേണ്ടതായ കാര്യം. അപ്പൊ സത്സംഗം തീർച്ചയായിട്ടും പഴയ സംസ്കാരമുള്ള ആളെ പോലും അതിൽ നിന്ന് പുതിയ സംസ്കാരത്തിലേക്ക് നയിച്ച് കൊണ്ടുവരും എന്നുള്ളത് ഉറപ്പാണ്. കാരണം ഏത് സ്വീകരിക്കണം എന്ന് തീരുമാനിക്കാനുള്ള ഒരു കഴിവ്, നല്ലതും ചീത്തയും തിരിച്ചറിയാനുള്ള കഴിവ് ഭഗവാൻ മനുഷ്യന് മാത്രമേ തന്നിട്ടുള്ളൂ. മനുഷ്യന് അതിനുള്ള കഴിവ് തന്നിട്ടുണ്ട്. അത് തന്നത് വേറൊന്നിനും വേണ്ടിയിട്ടല്ല. ഈശ്വര സാക്ഷാത്കാരം എന്നൊന്നുണ്ട്, ആത്മസാക്ഷാത്കാരം എന്നൊന്നുണ്ട്. അതാണ് അൾട്ടിമേറ്റ് ആയിട്ട്, അന്തിമ ലക്ഷ്യമായിട്ട് മനുഷ്യൻ തിരഞ്ഞെടുക്കേണ്ടത്. അത് തിരഞ്ഞെടുക്കാനായിട്ട് മനുഷ്യന് ഒരു കഴിവ് കൊടുത്തതാണ് ഇങ്ങനെ സെലക്ട് ചെയ്യാനുള്ള ഒരു കഴിവ്, ചോയ്സ് കൊടുത്തിട്ടുണ്ട്. ഏത് വേണമെങ്കിൽ സ്വീകരിക്കാം എന്ന് ഒരു ചോയ്സ് മനുഷ്യന് മാത്രമേ ഉള്ളൂ. അപ്പോ പഴയ സംസ്കാരം ഉള്ളിലുണ്ട്, ഇടയ്ക്കിടയ്ക്ക് അത് വെളിപ്പെട്ടു വരും. എങ്കിലും അതിനെ നിയന്ത്രിച്ച്
പുതിയ സംസ്കാരത്തിലേക്ക് കൊണ്ടുവരാൻ ഗുരു ഉപദേശത്താൽ സാധിക്കും, ഗുരുവിനെ കണ്ടെത്തിയാൽ സാധിക്കും. നമ്മുടെ പുരാണ ഗ്രന്ഥങ്ങൾ അതിന് വഴിവെക്കും, ഉപനിഷത്തുകൾ അതിന് വഴിവെക്കും, വേദാന്തം അതിന് വഴിവെക്കും. അത് തന്നെയാണ് മനുഷ്യജന്മത്തിന്റെ പ്രത്യേകതയും. ഇങ്ങനെ ഒരു ചോയ്സ് ഉണ്ട്, അതിലേത് വേണമെങ്കിൽ ഉപയോഗിക്കാം എന്നുള്ളത്. അപ്പോ പൂർവജന്മ സംസ്കാരം മോശമായിട്ടാണ് നമ്മളിപ്പോ വന്നിരിക്കുന്നത് എങ്കിലും നമുക്ക് മറുകര എത്തുവാനായിട്ട്, ഈ സംസാര ചക്രത്തിൽ നിന്ന് മോചനം ലഭിക്കുവാനായിട്ട് നാം ഉത്സാഹിച്ചാൽ സാധിക്കും എന്നാണ് വേദാന്തം പറയുന്നത്. അപ്പോ പേഴ്സണൽ എഫർട്ട് എടുത്ത് പഴയ സംസ്കാരത്തെ മാറ്റാൻ സാധിക്കും. അതിനത്രമാത്രം പ്രയത്നം ആവശ്യമാണ്. ഇവിടെ ആചാര്യസ്വാമികള് 2 തരം വിചാരങ്ങളെ പറയുന്നുണ്ട്. ഈ ശ്ലോകത്തില് ആചാര്യസ്വാമി 2 തരം വിചാരങ്ങളെ പറയുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞു 2 തരത്തില് ഇതിന്റെ ഉൽപ്പത്തി ഉണ്ടാവും എന്ന് പറഞ്ഞു. പൂർവ്വ സംസ്കാരവും ഇപ്പോഴത്തെ പഠിത്തവും കൊണ്ട് അല്ലെങ്കിൽ ഗുരു ഉപദേശം കൊണ്ട് ഉണ്ടാവും എന്ന് പറഞ്ഞു. ഇനി ആചാര്യസ്വാമി ഇവിടെ പറയുന്നത് 2 തരം വിചാരങ്ങളുണ്ട് എന്ന് പറയും. ചിന്തകൾ 2 തരമുണ്ട്. സജാതീയ വൃത്തി, വിജാതീയ വൃത്തി. 2 തരം. സജാതീയ വൃത്തി, വിജാതീയ വൃത്തി. എന്താണ് സജാതീയ വൃത്തി? ഒരു നിധിധ്യാസകൻ ആത്മജ്ഞാനത്തെ മനസ്സിൽ കൊണ്ടുവന്ന് ചിന്തിക്കണം. അയാൾ അങ്ങനെ ചിന്തിക്കുന്നു. ആത്മജ്ഞാനത്തെ മനസ്സിൽ കൊണ്ടുവന്ന് ചിന്തിക്കണം. അങ്ങനെ അയാൾ തീർച്ചപ്പെടുത്തുകയാണ്, ഞാൻ ആത്മജ്ഞാനത്തിൽ കൂടെ വേണം ചിന്തിക്കാൻ. ശാസ്ത്രത്തിലെ ആത്മലക്ഷണത്തെ മനസ്സിലാക്കണം, മോക്ഷലക്ഷണത്തെ മനസ്സിലാക്കണം. ഇതൊക്കെ അയാൾ ചിന്തിക്കുകയാണ്. ശാസ്ത്രത്തിലെ ആത്മലക്ഷണം, മോക്ഷലക്ഷണം, ഇതിനെയൊക്കെ ചിന്തിച്ച് അയാളുടെ ആ ചിന്തയെ ആ വഴിക്ക് കൊണ്ടുവരുന്നു. ആര്? നിധിധ്യാസകൻ. നിധിധ്യാസകൻ സജാതീയ വൃത്തിയാണ് ചെയ്യുന്നത്. സജാതീയം എന്ന് പറഞ്ഞാൽ ആത്മലക്ഷണത്തെ, മോക്ഷലക്ഷണത്തെ മുൻനിർത്തി മനസ്സിൽ കൊണ്ടുവന്ന് ആ വഴിയിൽ കൂടി ചിന്തകളെ കൊണ്ടുപോകുന്നു. അപ്പോൾ എന്താ ഉണ്ടാവുക? അങ്ങനെ ചിന്തിക്കുമ്പോ മോക്ഷലക്ഷണം ഉദ്ദേശിച്ച് ആത്മലക്ഷണത്തിനൊക്കെ മനസ്സിൽ നിറച്ച് ചിന്തിക്കുമ്പോ എന്തുണ്ടാവും? അഹം അസംഗഹ. അങ്ങനൊരു ചിന്തയുണ്ടാവും. അഹം അസംഗഹ. എനിക്ക് ഒന്നിനോടും പറ്റില്ല, ഞാൻ ഒന്നിനോടും ഒട്ടലില്ലാത്ത ആളാണ്, ഞാൻ സർവസ്വതന്ത്രനാണ്, ഞാൻ പൂർണ്ണനാണ്, ഞാൻ ആത്മാവാണ്, ഞാൻ സർവസ്ഥലത്ത് നിറഞ്ഞു നിൽക്കുന്ന ആ ബ്രഹ്മം തന്നെയാണ്, എനിക്ക് ഒന്നിനോടും ഒരു ഒട്ടലില്ല, ഞാൻ അസംഗനാണ്. പിന്നെയാണോ? അഹം അക്രിയ. അതായത് കർത്തൃത്വം ഏറ്റെടുക്കുന്നില്ല. ഞാൻ 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 എന്നുള്ള കർത്തൃത്വത്തെ ഏറ്റെടുക്കുന്നില്ല. പിന്നെയോ അഹം അഭോക്ത. ഞാൻ ഭോക്താവല്ല. നമ്മൾ നേരത്തെ പഠിച്ചത് ഇതൊക്കെ. ഭോക്തൃത്വം, കർത്തൃത്വവും ഭോക്തൃത്വവും ഉപേക്ഷിക്കും. കർത്തൃത്വവുമില്ല, ഭോക്തൃത്വവുമില്ല. ഇതെല്ലാം ഇങ്ങനെയെല്ലാം ചിന്തിക്കുന്നതാണ് സജാതീയ വൃത്തി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇനി ചിന്തിക്കേണ്ട എങ്ങനെയാണ്? സജാതീയമായിട്ട് ചിന്തിക്കണം. പെട്ടെന്ന് ഓരോ കാര്യങ്ങളെ കാണുമ്പോൾ അതില് സംഘം വെച്ചുകൊണ്ട് മനസ്സിനെ വിഷമിപ്പിച്ച് സങ്കടപ്പെട്ടൊന്നിരിക്കുന്നത് പാടില്ല. അത് സംസാരി ചെയ്യുന്ന കാര്യമാണ്. ആ സ്റ്റേജ് കഴിഞ്ഞു. ഇനി സംസാരിയെ പോലെ പ്രവർത്തിക്കരുത്. പെട്ടെന്നൊരു മരണമുണ്ടായി, അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും ഒരു അപകടമുണ്ടായി, അല്ലെങ്കിൽ എന്തെങ്കിലും അശുഭമായ എന്തെങ്കിലും നമ്മൾ ശുഭം അശുഭം എന്ന് നമ്മൾ തിരിക്കൂല. അതിൽ അശുഭമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായാൽ പെട്ടെന്ന് അത് മനസ്സിലെടുത്തുകൊണ്ട് ഡെസ്പറേറ്റ് ആയിട്ട് ഭയങ്കരമായിട്ട് വിഷമിച്ച് കരഞ്ഞ് അങ്ങനെയൊന്നും ആകാൻ പാടില്ല. അപ്പോ അതിന്റെ അർത്ഥം അത് സംഘമാണ്, അല്ലെ? അപ്പൊ നമ്മളെങ്ങനെയാ മരണം, അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വരുന്നത്. നമ്മുടെ വളരെ ക്ലോസ് ആയിട്ടുള്ളവരോ വളരെ വേണ്ടപ്പെട്ടവരോ മരിച്ചു കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് കരയുക. അതേസമയം പത്രത്തില് 10, 20, 200, 300 പേരുടെ മരണങ്ങൾ ഒരു ദിവസം കണ്ടെന്ന് വരാം. അവിടെ നമ്മൾ കരയുന്നില്ലല്ലോ. കാരണം അവിടെ സംഘമില്ല. നമ്മൾ കരയുന്നത് എപ്പോഴാണ്? നമ്മൾ വിഷമിക്കുന്ന എപ്പോഴാണ്? നമ്മൾ ദുഃഖിക്കുന്ന എപ്പോഴാണ്? സംഘമുള്ളത് കൊണ്ടാണ് വിഷമിക്കുന്നത്. സംഘമില്ലെങ്കിൽ ഒരു വിഷമം ഉണ്ടാവില്ല. ഇപ്പൊ എന്തെങ്കിലും ഒരു സാധനം നഷ്ടപ്പെട്ടു, അതിനോടൊരു സംഘമുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും വിഷമം വരും. സംഘമില്ലെങ്കിൽ വിഷമം വരില്ല. ഒരു നിസ്സാര ഒരു എന്തെങ്കിലും ഒരു വീട്ടിലൊരു ഇൻസ്ട്രുമെന്റ് കേട് വന്നാൽ മതി, അപ്പോഴും സംഘമുണ്ടെങ്കിൽ ഭയങ്കര വിഷമം വരും. സംഘമില്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ സംഘമാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. ദുഃഖത്തിന് കാരണമാക്കുന്നത് സംഘമാണ്. അപ്പോ അസംഗനായിരിക്കണം.
ഒരു നിധിധ്യാസകൻ എപ്പോഴും അസംഗനായിരിക്കണം. എങ്ങനെ അസംഗനാകാൻ സാധിക്കുക? ഞാൻ ആത്മാ, ബാക്കിയെല്ലാം നശിക്കുന്നതാണ്, സർവവും നശിക്കുന്നതാണ്, എനിക്ക് നാശമില്ല, ഞാൻ ആത്മസ്വരൂപനാണ്, ഞാൻ പൂർണ്ണനാണ്, ഞാൻ സച്ചിദാനന്ദനാണ്. ഇങ്ങനെ ചിന്തിച്ച് മുന്നോട്ട് പോയാൽ ആ ചിന്തകൾ അങ്ങനെ മാത്രം ചിന്തിക്കുന്നതിനെയാണ് സജാതീയ ചിന്തകൾ എന്ന് പറയും. അതിന് സജാതീയ വൃത്തി എന്ന് പറയും. ആത്മരൂപ സംബന്ധമായ വൃത്തികൾ, ആത്മരൂപ സംബന്ധമായ വൃത്തികൾ, ആത്മസ്വരൂപത്തിന് എതിരല്ലാത്തതായ ചിന്തകൾ. ആത്മസ്വരൂപത്തിന് എതിരാകാൻ പാടില്ല. നാശമുള്ളതിനെ ഒന്നും അങ്ങനെ സ്നേഹിച്ച് അതുമായിട്ട് ഒട്ടി നിൽക്കരുത്. പിന്നെ ഞാൻ അസംഗനാണ് എന്ന് നമ്മളും തീരുമാനിച്ചു വിചാരിക്കുക. ഇതൊക്കെ പഠിച്ചു കേട്ടു, കുറെയൊക്കെ മനസ്സിലായി. അപ്പോ ശരിയാ, ഇനിയിപ്പോ ഞാൻ അസംഗനായിട്ട് തന്നെ ഇരിക്കാം. അപ്പോഴാണ് ഒരാള് നമ്മളെ കുറിച്ച് ചീത്ത പറയും. നമ്മളെ കുറിച്ച് ഒരാൾ ചീത്ത പറയും. നമ്മളത് കേട്ടു, നമ്മളെ മുമ്പിൽ വെച്ച് തന്നെയാ പറഞ്ഞേ, കണ്ടമാനം നമ്മളെ ചീത്ത പറയും. അപ്പോ നമ്മൾ അസംഗനാണെന്ന് ചിന്തിച്ചു. എന്നിട്ട് ധ്യാനത്തിനൊക്കെ ഇരുന്നു. ധ്യാനത്തിനിരുന്ന് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോ അത്രയ്ക്ക് അയാൾക്ക് 2 കൊടുക്കട്ടേ ഉള്ളൂ എന്ന് വിചാരിച്ചാൽ അവിടെ അസംഗത്വം പോയി. അവിടെ അസംഗനല്ല പിന്നെ. അപ്പോ അത് എന്ത് ചിന്തയാണ് അങ്ങനെ വന്നാൽ എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞു തരുന്നത്. അപ്പൊ അങ്ങനെ നമ്മളോട് ഒരാൾ ദേഷ്യപ്പെട്ടു, അല്ലെങ്കിൽ നമ്മളെ ഒരാൾ അപമാനിച്ചു, നമ്മളെ ഒരാൾ ചീത്ത പറഞ്ഞു, നമ്മൾ ധ്യാനത്തിലൊക്കെ ഇരുന്നു. എണീറ്റ് കഴിയുമ്പോൾ ധ്യാനത്തിന് ഇരിക്കുന്നതിന് മുന്നേ സജാതീയ ചിന്തയൊക്കെ ആയിട്ട് ആത്മചിന്തയൊക്കെ ആയിട്ട് ഇരുന്നു, ധ്യാനിക്കാനൊക്കെ ഇരുന്നു. എണീറ്റ ഉടനെ ഈ സംഭവം, ഈ നമ്മളെ അപമാനിച്ച ആളെ പെട്ടെന്ന് അയാളെ മുന്നിൽ കണ്ടു, അയാൾക്ക് 2 കൊടുത്തേക്കാമെന്നൊരു പെട്ടെന്നൊരു കോപം മനസ്സിലുണ്ടായാൽ ആ രീതിയിൽ മനസ്സിൽ പെട്ടെന്ന് സജാതീയത്തിൽ നിന്ന് വിട്ട് ഉണ്ടാകുന്ന സാധാരണ സംസാരവുമായിട്ട് ബന്ധപ്പെടുന്ന ചിന്തകളെയാണ് വിജാതീയം എന്ന് പറയുന്നത്. അപ്പോ ആത്മസ്വരൂപമായ, ആത്മസംബന്ധമായ, ആത്മരൂപസ്വരൂപത്തിന് എതിരല്ലാത്തതായ ചിന്തകളെല്ലാം സജാതീയം. ക്രോധം അങ്ങനെയുള്ള വൃത്തികളെല്ലാം കൂടി വരുന്നത് ദ്വൈതവൃത്തി വരും. അവിടെ ഞാൻ വേറെ ഒന്നല്ലോ, അതുകൊണ്ടാണല്ലോ അയാൾ ചീത്ത പറഞ്ഞപ്പോ അയാളോട് ദേഷ്യം തോന്നി. അയാള് വേറെ, ഞാൻ വേറെ. ആത്മസ്വരൂപത്തിന് എങ്ങനെയാണ്? എല്ലാം ഒന്ന് തന്നെ. ജീവബ്രഹ്മ ഐക്യം അല്ലേ പറയുന്നത്? സർവ്വതും സർവാത്മകത്വം ഒക്കെ പഠിച്ചതാണ് നമ്മള്. അപ്പൊ നമ്മുടെ മനസ്സിൽ അങ്ങനെ ഉണ്ടാകാവൂ. അയാൾ ചീത്ത പറഞ്ഞാൽ അതിനെ മൈൻഡ് ചെയ്യേണ്ട കാര്യമേ ഇല്ല, അതിനെ ശ്രദ്ധിക്കാനേ പാടില്ല. അങ്ങനെ അത് ശ്രദ്ധിച്ച് പിന്നെ അയാളുടെ ക്രോധവും ദേഷ്യവും ഒക്കെ വന്നു കഴിഞ്ഞാലോ അതിനെ, ആ വൃത്തിയെ പറയുന്നത് വിജാതീയം എന്ന് പറയും. ഞാൻ പൂർണ്ണൻ എന്ന് ചിന്തിച്ച് ഒരാള് ചിന്തിക്കുകയാണ്. രസകരമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഗുരുനാഥൻ. ഞാൻ പൂർണ്ണൻ, ഞാൻ ആത്മാ എന്നൊക്കെ നമ്മളിങ്ങനെ ചിന്തിച്ച് നമ്മളിങ്ങനെ കുറച്ചു നേരം അങ്ങനെ തന്നെ വിചാരിച്ചിരുന്നു. അപ്പൊ അങ്ങനെയാണല്ലോ പറയുന്നത്, ഫുൾ ടൈം ധ്യാനത്തിൽ അങ്ങനെയൊക്കെ ഇരിക്കണം. ഏത് കാര്യം വരുമ്പോഴും ഞാൻ പൂർണ്ണനാണ്, ഏത് കാര്യം വരുമ്പോഴും ഞാൻ അസംഗനാണ്, ഏത് കാര്യം വരുമ്പോഴും ഞാൻ ഭോക്താവല്ല, ഏത് കാര്യം വരുമ്പോഴും ഞാൻ കർത്താവല്ല. ഇങ്ങനെ നമ്മൾ സദാ ചിന്തിച്ചുകൊണ്ടിരിക്കണം എന്നാണ് ഇവിടെ പറഞ്ഞത്. അതെങ്ങനെ പൂർണ്ണനാണ് എന്ന് ചിന്തിച്ചു ഉടനെ തോന്നി, അയ്യോ പണമില്ല കയ്യില്, മറ്റേ ആളുടെ കയ്യിൽ എന്തുമാത്രം പണമാ, എന്റെ കയ്യിൽ പണമില്ല, എന്റെ കയ്യിൽ ഇന്ന കാര്യമില്ല, ഞാനിപ്പോ വാടക വീട്ടിൽ, എനിക്ക് വീടില്ല. ഇങ്ങനെയൊക്കെ ചിന്തിച്ചാൽ ആ ചിന്തകൾക്കാണ് വിജാതീയ ചിന്ത എന്ന് പറയുന്നത്. ആത്മാവുമായിട്ട് ബന്ധമില്ലാതെ ഉടനെ സംസാരത്തിനായിട്ട് ബന്ധമായിട്ട് വരും വിജാതീയ ചിന്ത. അതായത് ഫ്ലോ ഓഫ് തിങ്കിങ്ങിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള അർത്ഥം വരുന്ന ചിന്തകൾ. ഒരു സാധാരണ ഫ്ലോ എങ്ങനെയാണ്? ആത്മചിന്തയായിരിക്കണം. ആത്മചിന്തയിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്ന രീതിയിലുള്ള ചിന്തകൾ വന്നാൽ അതിനെ വിജാതീയ ചിന്തകൾ എന്ന് പറയും. സജാതീയത്തിന് ഒരേ ഒരു അർത്ഥമേ ഉള്ളൂ. എന്താണ്? ആത്മാ, അഹമാത്മാ ബ്രഹ്മ എന്നുള്ള ചിന്ത. എപ്പോഴും സജാതീയത്തിന് ഒരേ ഒരു അർത്ഥത്തോടു കൂടിയതേ ഉള്ളൂ, ആത്മചിന്ത എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ അസംഗം. ഒരുപാട് നമുക്കറിയാലോ എന്താണ് ആത്മചിന്ത എന്നുള്ളത്. ബാക്കി എല്ലാത്തിനെയും തിരസ്കരിച്ച ശേഷമുള്ള ചിന്തയാണ് ആത്മചിന്ത.
ഇപ്പൊ സ്വീറ്റ് പലതരം സ്വീറ്റ് ഉണ്ടെങ്കിൽ അതിന്റെ രസം എന്താണ്? രസം സ്വീറ്റ് ആണ്. പലതരം സ്വീറ്റുകൾ പല ഷേപ്പില് പല രീതിയിൽ കാണാം. പദാർത്ഥങ്ങൾ പലതരമുണ്ട്. പക്ഷേ മധുരം എന്നുള്ള രസം ഒന്ന് തന്നെ. അങ്ങനെയുള്ളതിനാണ് സജാതീയം. ആത്മചിന്ത മാത്രമായിട്ട് ഏതെടുത്താലും ആത്മചിന്തയിൽ വന്ന് നിൽക്കുന്നതിന് സജാതീയം എന്ന് പറയും. എരിവ്, പുളി, മധുരം അങ്ങനെ മാറി മാറി വരുന്നതോ അതിന് വിജാതീയം എന്ന് വരും. അതാണ് സാധാരണ സംസാരത്തിൽ സംഭവിക്കുന്നത്. അവിടെ എല്ലാം ദ്വൈതം വരികയും ചെയ്യും. അദ്വൈതത്തിൽ നിന്ന് മാറി ദ്വൈതം വരും. വേറെ 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 എന്ന് വരും. അപ്പൊ ആചാര്യസ്വാമി ഇവിടെ പറയുന്നു, വിജാതീയം സംസ്കാരത്തിൽ നിന്ന് വരുന്നു. വിജാതീയം സംസ്കാരത്തിൽ നിന്നാ വരിക. പൂർവ്വജന്മ സംസ്കാരത്തിൽ നിന്നും പിന്നെ മോശമായ കാര്യങ്ങൾ കയറി പഠിക്കുകയോ ആരെങ്കിലും പറഞ്ഞ് നമ്മളെ പ്രലോഭിപ്പിക്കുകയോ ചെയ്യുമ്പോഴൊക്കെ മനസ്സിന് ബലമില്ലാത്തത് കൊണ്ട് ആ വക കമന്റ്സിന്റെ ഒക്കെ പുറകെ പോയി കഴിഞ്ഞാൽ സംസ്കാരത്തിൽ നിന്നാണ് വരുന്നത്. ഇൻഫീരിയർ, ഞാൻ ഇൻഫീരിയർ ആണ്, ഞാൻ സുപ്പീരിയർ ആണ്, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളുണ്ടല്ലോ. ഞാൻ ഒന്നിനും കൊള്ളരുതാത്തവനാണ്. ചിലർക്ക് അങ്ങനെയല്ല, ഞാനാണെല്ലാം, സർവവും ഞാൻ തന്നെ, എന്നെക്കാൾ മേലെ ആരും ഇല്ല, ഇങ്ങനെയുള്ള സുപ്പീരിയോറിറ്റി ചിന്തകളും ഇതെല്ലാം വരുന്നത് സംസ്കാരത്തിൽ നിന്നാണ്. സംസാരിയായിട്ടുള്ള ആളുടെ ചിന്തകളാണ് ഇതെല്ലാം. ഒരു സംസാരിക്കാണ് ഈ വക ചിന്തകളെല്ലാം വരിക. ഇവിടെ നമ്മൾ സംസാരിയായിട്ടാണോ? ഇപ്പോ നിധിധ്യാസനം തുടങ്ങുമ്പോൾ നമ്മൾ സംസാരിയല്ല, നമ്മൾ ജ്ഞാനിയാണ്. ജ്ഞാനി ആ നിഷ്ഠയിൽ ഇരിക്കാൻ എന്ത് ചെയ്യണം എന്നാണ് ഇപ്പൊ പഠിക്കുന്നത്. ജ്ഞാനി എന്നുള്ള ആ ഒരു പദത്തിലെ ഒരു അർഹത നമുക്ക് വന്നു തുടങ്ങി. ആ അർഹതയെ നിലനിർത്താൻ അതിനാണ് ഇപ്പൊ നിധിധ്യാസനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഇവിടെ സംസാരിപരമായ ചിന്തകൾ ഉണ്ടാകാൻ പാടില്ല. ഇവിടെ ആചാര്യസ്വാമി പറയുന്നു, നിത്യാസകൻ സജാതീയ ആത്മസ്വരൂപ ചിന്തകളിൽ ഇരുന്നു കൊണ്ട് സംസാരീപരമായ വിജാതീയ ചിന്തകൾ വരുമ്പോൾ അവയെ നീക്കണം. ഇത്തിരി എളുപ്പമുള്ള കാര്യമല്ല. എന്താണ് സജാതീയമായിട്ടുള്ള ചിന്തയിൽ? അതായത് ആത്മസ്വരൂപനാണ് ഞാൻ പൂർണ്ണനാണ്, എനിക്ക് നാശമില്ല, ഞാൻ സർവസ്ഥലത്തും വ്യാപിച്ചു നിൽക്കുന്ന ആ ശക്തി തന്നെയാണ്. ഇങ്ങനെയുള്ള ചിന്തകളെ കൊണ്ട് വിജാതീയ ചിന്തകളെ, ഏതാണ് വിജാതീയ ചിന്തകള്? എനിക്ക് പണമില്ല, അല്ലെങ്കിൽ എനിക്ക് ആൾക്കാർക്ക് എന്നോട് സ്നേഹമില്ല, എന്നോട് വെറുപ്പാണ്, അയാൾ എന്നെ ദേഷ്യപ്പെട്ടു, ഇങ്ങനെയുള്ള സംസാരവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ചിന്തകളെയും, അതിൽ ഇൻഫീരിയോറിറ്റിയുമാകാം സുപ്പീരിയോറിറ്റിയുമാകാം, പലതരം ചിന്തകൾ വരും. ഞാൻ കേമനാണെന്ന് വരും, എനിക്കെല്ലാം ഉണ്ട് എന്ന് വരും, ഞാൻ പണക്കാരനാണെന്ന് വരും, അങ്ങനെ പലതും വരും. ഈ വരുന്നതിനെയെല്ലാം സജാതീയ ചിന്തകൾ കൊണ്ട് മറികടക്കണം. അതാണ് ഒരു നിധിധ്യാസകൻ ചെയ്യേണ്ടത്. ജ്ഞാനി ചെയ്യേണ്ട നിധിധ്യാസനം അതാണ്. നേരത്തെ നമ്മൾ പറയുന്ന നിയമങ്ങളൊന്നുമല്ല. സന്ധ്യാവന്തനം കഴിക്കണം, അങ്ങനെ പൂജകൾ ചെയ്യണം, അത് ചെയ്യണം, ഇങ്ങനെ കുറെ നിയമങ്ങളുണ്ടല്ലോ. അവിടെ നിന്നല്ല ഇത്. ഇതെല്ലാം അവിടെ നിന്നെല്ലാം വിട്ടുപോയി വേറെ ഹയർ ഏറ്റവും ഹയർ ലെവലിലാണ്. അപ്പോ സജാതീയ ചിന്തകളുടെ സഹായത്തോടെ വിജാതീയ ചിന്തകളെ ജയിക്കൽ, നീക്കൽ, എന്നിട്ട് സജാതീയത്തിൽ നിഷ്ഠനാകൽ, അതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത്. അതാണ് ഇവിടത്തെ നിയമഹ എന്ന് പറഞ്ഞ രണ്ടാമത്തെ സാധനയെ ഒരു നിധിധ്യാസകൻ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? സജാതീയ ചിന്തകൾ കൊണ്ട് വിജാതീയ ചിന്തകളെ ജയിക്കുന്നതാണ് ഇവിടെ നിയമം. സംസാര ദുഃഖം വരുമ്പോൾ ഞാൻ അസംഗനാണ് എന്ന് ഉറപ്പിച്ച് പറയണം. സംസാരത്തിൽ എത്രയോ ദുഃഖങ്ങൾ നമ്മളെ തേടി വരും. നമ്മൾ സംസാരിയായിരിക്കുമ്പോഴേ നമ്മളിത് ബാധിക്കാൻ പാടുള്ളൂ. എപ്പോഴേക്കും ജ്ഞാനിയായി അപ്പോൾ നമ്മൾ അസംഗനാണ്. നിധിധ്യാസനത്തിൽ ഇരിക്കുന്ന ആള് സംസാരിയല്ല, സംസാരി അവിടെ നിന്നൊക്കെ പോന്നു. അപ്പൊ നിധിധ്യാസനം ചെയ്യുന്ന ആള് ജ്ഞാനനിഷ്ഠനാകാനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അയാൾ അസംഗനാണ്, ആത്മാവാണ് എന്ന സജാതീയ ചിന്ത കൊണ്ടുവന്ന് സംസാരത്തിലെ വിജാതീയ ദുഃഖത്തെ നേരിടണം. ആദ്യ വരി ഇവിടെ എന്താ പറയണേ ശ്ലോകത്തില്? സജാതീയ പ്രവാഹശ്ച വിജാതീയ തിരസ്കൃതി എന്ന് പറയുന്നു അല്ലെ. സജാതീയത്തിൽപ്പെട്ട നേരത്തെ പറഞ്ഞ ആത്മചിന്തകളാൽ അതിന്റെ ഒഴുക്ക്, പ്രവാഹ, സജാതീയ ചിന്തകളുടെ ഒഴുക്കുകൾ, ആ ഒഴുക്കിൽ സജാതീയ ചിന്തകളുടെ ആത്മസ്വരൂപം എന്ന ചിന്തയുടെ ഒഴുക്കിൽ വിജാതീയ തിരസ്കൃതി,
വിജാതീയമായിട്ടുള്ള, അതായത് സംസാര ദുഃഖത്തെ തരുന്ന ചിന്തകളെ നീക്കണം. എന്തുകൊണ്ട്? സജാതീയ ചിന്തകൾ കൊണ്ട് വിജാതീയ ചിന്തകളെ നീക്കണം. അതിന്റെ ഒഴുക്ക് കൊണ്ട്, പ്രവാഹം കൊണ്ട് എന്ന് പറഞ്ഞാൽ അത്രയും ശക്തമായിട്ടായിരിക്കണം ആത്മവിചാരം ഉള്ളിൽ ഉണ്ടാകേണ്ടത്. അതാണ് ഒഴുക്ക് എന്ന് പറയാം. ഗംഗാ പ്രവാഹം എന്നൊക്കെ പറയുമ്പോൾ അതാണ് ഒഴുക്ക്. കാരണം അത്രയും ഫുള്ള് നമ്മൾ ജ്ഞാനിയാണ്. ഫുള്ള് വിചാരം എന്താണ്? ആത്മവിചാരം മാത്രമേ ഉള്ളൂ ഉള്ളിൽ. ഇതാണ് നിയമം. നിയമോഹി പരാനന്ദ നിയമാ ക്രിയതേ ബുധൈഹി. നിയമം എന്താണ്? നിയമം ഈ പറഞ്ഞതാണ് നിയമം. നിയമം എന്ന് പറഞ്ഞാൽ ഓർഡർ. അങ്ങനെ ആവണം നിർബന്ധമായിട്ടും. ആത്മസംബന്ധമായ ചിന്തകളും ആ ചിന്തകളുടെ ഒഴുക്കിനാൽ സംസാര ദുഃഖ ചിന്തകളെ തള്ളിക്കളയൽ, ഇതാണ് നിയമം. വാസന, സംസ്കാരം, ചിന്തകളെ പ്രയത്നിച്ചുണ്ടാക്കിയ സജാതീയ ചിന്തകളാൽ നീക്കൽ. വാസനകൾ കൊണ്ടും ദുസ്സംഗം കൊണ്ടുമൊക്കെ ഉണ്ടായ ചിന്തകളെ പ്രയത്നിച്ചുണ്ടാക്കിയ സജാതീയ ചിന്തകളാൽ നീക്കൽ. അപ്പൊ എന്തുണ്ടാവും? ആ സംസ്കാരം തനിയെ സജാതീയമായി മാറും. അല്ലാതെ കൊണ്ട് മാറ്റാൻ പറ്റത്തില്ല. ആ സമയം ആ പഴയ സംസ്കാരം മാറി പുതിയ സംസ്കാരം അവിടെ സംജാതമാകും. അത് സജാതീയ ചിന്തകളെ കൊണ്ട് സാധിക്കും. എത്ര കാലം അങ്ങനെ ചെയ്യണം? എത്ര കാലം ഈ പഴയ സംസ്കാരം മോശമായിട്ടുള്ള ചിന്തകൾ വന്നുകൊണ്ടിരിക്കുന്നുവോ അത് നശിക്കുന്നിടത്തോളം കാലം. എന്നിട്ട് ഈ സജാതീയ ചിന്തയിൽ നിഷ്ഠനായി ഇരിക്കുന്നിടത്തോളം കാലം ഈ നിയമം ഇങ്ങനെ പാലിച്ചു പോകണം. എങ്ങനെ? ആത്മചിന്തകൾ കൊണ്ട് ഞാൻ അസംഗനാണ്, ഞാൻ ശുദ്ധനാണ്, ഞാൻ പൂർണ്ണനാണ്, ഞാൻ നാശമില്ലാത്തവനാണ് എന്നുള്ള ചിന്തകളെ എടുത്തുകൊണ്ട് സംസാരപരമായിട്ട് വരുന്ന സകല വിഷമങ്ങളെയും ചിന്തകളെയും മാറ്റിക്കളയണം. അത് എത്ര നാള്? എപ്പോഴാണോ വിജാതീയ ചിന്തകൾ ഉടലെടുക്കാതിരിക്കുന്നത് അത്രയും കാലം സജാതീയ ചിന്തകളെ കൊണ്ട് വിജാതീയ ചിന്തകളെ അമർത്തിക്കൊണ്ടേയിരിക്കണം. അപ്പോ അതിനൊരു നല്ല രസകരമായിട്ടുള്ള കാര്യം പറയുന്നുണ്ട്. ഒരാള് കൺട്രോളിൽ ഇരിക്കുന്നിടത്തോളം കാലം, പ്രത്യേക സാധന ചട്ടക്കൂടിൽ ഒരാൾ ഇരിക്കുന്നിടത്തോളം കാലം അയാളുടെ ട്രൂ നേച്ചർ പുറത്തേക്ക് വരില്ല. വരുമോ? ഇപ്പൊ ഒരു ഓഫീസിൽ ഒരാൾ ഇരിക്കുകയാണ്. രാവിലെ 10 മണിക്ക് ഓഫീസിൽ കയറി വൈകുന്നേരം 5 മണി വരെ ഓഫീസിൽ ഇരിക്കുന്നുണ്ട്. ആ ഓഫീസിലെ നിയമങ്ങൾ അനുസരിച്ച് ചട്ടക്കൂടിനകത്ത് അവിടെ പാലിക്കേണ്ടതായ കാര്യങ്ങൾ, ഡ്രസ്സ് കോഡ്, സകല കാര്യങ്ങളും, ഭക്ഷണം എല്ലാം അവിടെ എങ്ങനെ വേണമോ ഒരു നിയമം, ഒരു ചട്ടക്കൂടും ഉണ്ട് അവിടെ. ആ ചട്ടക്കൂടിനകത്ത് അയാൾ ഇരിക്കും. അയാൾ യഥാർത്ഥ അയാളാണോ? അല്ല. അയാൾ ഒരു ചട്ടക്കൂടിനകത്തിരിക്കുകയാണ്. ആ ചട്ടക്കൂടിനകത്തിരുന്ന് അത് അനുവർത്തിച്ചുകൊണ്ടിരിക്കുക. എപ്പോഴേക്കും 5 മണി കഴിഞ്ഞ് പുറത്തേക്ക് പോർന്നോ, അപ്പൊ പിന്നെ അയാൾ ഓഫീസിലിരുന്ന ആ ചട്ടക്കൂടിനകത്തല്ല, അയാൾ വേറെ രീതിയില്ല. ഇതില് വലിയ ആൾക്കാർ പിന്നെയും കുറെയൊക്കെ അത് പാലിക്കുമായിരിക്കാം പുറത്തു വരുമ്പോഴും. പക്ഷെ നമ്മൾ കുട്ടികളെ നോക്കിയാൽ അറിയാം, രാവിലെ സ്കൂളിൽ കയറി ബെല്ലടിച്ച് സ്കൂളിനകത്ത് കയറി വൈകുന്നേരം വരെ 4 മണി വരെ ഇരുന്നു. 4 മണിക്ക് ബെല്ലടിച്ച് പുറത്തേക്ക് ഇറങ്ങിയാൽ പിന്നെ അവരുടെ ട്രൂ നേച്ചർ പുറത്ത് കാണാം, അല്ലേ? അവർ കളിയായി, ബഹളമായി, ചിരിയായി, ഭയങ്കരമായിട്ട് അവരെ എൻജോയ് ചെയ്യും. അവരെ എൻജോയ് ചെയ്യുന്നത് എന്താണ്? അവിടെ അവരുടെ ട്രൂ നേച്ചറാണ് എൻജോയ് ചെയ്യുന്നത്. നമ്മൾക്ക് ആ ട്രൂ നേച്ചർ ഇല്ല. നമ്മൾ എവിടെ ചെന്നാലും ഒരു ചട്ടക്കൂടിനകത്താം. ഓഫീസിൽ ചെന്നാൽ ഒരു ചട്ടക്കൂടിനകത്താം. വീട്ടിൽ വന്നാൽ ഭർത്താവ് എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ ഭാര്യ എന്നുള്ള നിലയ്ക്ക് ഒരു ചട്ടക്കൂടില്ല. അച്ഛനമ്മയുടെ അടുത്ത് ചെന്ന് കഴിയുമ്പോൾ മക്കൾ വലുതായ രീതിയിൽ, അല്ലേ, വയസ്സായ അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ നമ്മുടെ വീട്ടിൽ കാണുമല്ലോ, അപ്പൊ അച്ഛനും അമ്മയൊക്കെ കാണും. അവരുടെ മുമ്പിൽ വരുമ്പോൾ വേറൊരു ചട്ടക്കൂട്. ഇങ്ങനെ നമ്മുടെ ആക്ച്വലി നമ്മൾ ചിന്തിച്ച് നോക്കുക, ഞാൻ യഥാർത്ഥത്തിൽ ആരാണെന്ന് സ്വയം ചിന്തിക്കുക. ഈ യഥാർത്ഥ നേച്ചറെ വെളിപ്പെടുത്താനുള്ളൊരു സന്ദർഭം നമുക്കുണ്ടോ? നല്ലൊരു വളരെ ഗഹനമായൊരു ചിന്തയാണ്. ഒറ്റ സമയമേ ഉള്ളൂ. ഒറ്റയ്ക്കിരിക്കുമ്പോൾ അവനവന്റെ യാഥാർത്ഥ്യത്തെ അവനവന്റെ ഞാൻ ആരാണെന്നുള്ള സ്വന്തമായിട്ടുള്ള അതിനെ വെളിപ്പെടുത്താൻ പറ്റുന്നൊരു സമയം ഒറ്റയ്ക്കിരിക്കുമ്പോഴേ ഉള്ളൂ. വേറൊരാൾ കണ്ട സംഗതി മാറി. വേറൊരാൾ ശ്രദ്ധിക്കുമ്പോൾ, ഇപ്പൊ നമ്മുടെ സാധനങ്ങൾക്കൊക്കെ ഈ പ്രശ്നമുണ്ട്. അമ്പലത്തിൽ പോകുന്നു, ഈശ്വരനെ പ്രാർത്ഥിക്കുന്ന ഒരു സാധനയാണ് വെച്ചിരിക്കുന്നത്. അത് തന്നെ വേറൊരാൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ പെരുമാറുന്നതിന് ശ്രദ്ധിക്കുക.
ആരും നമ്മളെ നോക്കാതിരിക്കുന്ന സമയത്ത് ഉള്ള നമ്മുടെ പെരുമാറ്റത്തെയും അവനവൻ ശ്രദ്ധിക്കുക. രണ്ടും തമ്മിൽ നല്ല വ്യത്യാസം കാണാം, സ്വന്തം ജീവിതത്തിൽ കാണാം. ഇനി വീട്ടില് ധ്യാനിക്കാനിരിക്കുന്നു, ഇതൊക്കെ എല്ലാവർക്കും നിങ്ങളുടെ ജീവിതത്തിലൊക്കെ അനുഭവിച്ചു കാണും. ധ്യാനിക്കാനിരിക്കുമ്പോൾ മറ്റുള്ളവർ നമ്മളെ ശ്രദ്ധിക്കുന്നു എന്ന സമയത്ത് നമ്മുടെ ഇരിപ്പും മട്ടും ജപവും കയ്യിൽ മാല തിരുമ്മലും ഒക്കെ എന്തായിരിക്കും? ആരും നമ്മളെ ശ്രദ്ധിക്കുന്നില്ല, നമ്മൾ വീട്ടിൽ ഒറ്റയ്ക്കാണ്, ആരുമില്ല വീട്ടിൽ. ആ സമയത്ത് നമ്മൾ ഇരിക്കുന്നതും ജപിക്കുന്നതും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളും എന്തായിരിക്കും? ഇത് രണ്ടും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടാവും. ശ്രദ്ധിച്ചാൽ അറിയാം, ഉറപ്പാണ്. പ്രത്യേകിച്ച് ഇപ്പൊ ഗ്രൂപ്പായിട്ടൊക്കെ സാധന ചെയ്യുന്ന സമയങ്ങളിൽ ധ്യാനം ചെയ്യുമ്പോൾ 10ഉം 100ഉം 200ഉം 300ഉം പേരൊക്കെ ഇരുന്ന് ധ്യാനത്തിനായിട്ട് ഇരുന്ന് വലിയ ഗുരുനാഥന്മാരിങ്ങനെ തന്നിച്ച് ഇരിക്കുമ്പോൾ ഉറപ്പാണ് നമ്മള് ഒരു മറ്റുള്ളവർ എന്നെ ശ്രദ്ധിക്കുന്നു എന്നുള്ളത് കണക്കിലെടുത്തിട്ടാണ് നമ്മളുടെ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ വിരൽ പിടിക്കും, മൂക്ക് പിടിക്കും, കഴുത്ത് നേരെ പിടിക്കും, കഴുത്ത് നേരെ പിടിക്കും, അങ്ങനെ ഭയങ്കര ഒരു എന്താ പറയുക, ഒരു കൺട്രോളിനകത്താണ് നമ്മൾ ഇരിക്കുന്നത്. നമ്മൾ ഫ്രീ അല്ല. അതേസമയം നമ്മൾ ഒറ്റയ്ക്ക്, ആരും നമ്മളെ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളൊരവസ്ഥയില് നമ്മുടെ ശരിയായിട്ടുള്ള സ്വന്തമായിട്ടുള്ള ആ കാര്യങ്ങൾ പുറത്തേക്ക് വരും. അപ്പോ ആരും ശ്രദ്ധിക്കാതെ ഞാൻ ഇരിക്കുമ്പോഴുള്ള എൻ്റെ ലക്ഷണം എന്തിലേക്ക് കൊണ്ടുവരണം? അവിടെയാണ് ആത്മഭാവത്തിലേക്ക് കൊണ്ടുവരേണ്ടത്. ബാക്കിയുള്ളതൊക്കെ യാന്ത്രികമായി പോകും. വേറൊരാൾ നമ്മളെ ശ്രദ്ധിക്കുമ്പോൾ ഞാൻ ആത്മഭാവത്തിലാണെന്നൊക്കെ പറഞ്ഞ് പോസ് പിടിച്ചാൽ അത് യാന്ത്രികമാണ്, യഥാർത്ഥമല്ല. അപ്പൊ ആദ്യം ശീലിക്കേണ്ടത്, ആരും ശ്രദ്ധിക്കാതെ ഇരിക്കുമ്പോൾ ഞാൻ എങ്ങനെ ഇരിക്കുമോ അത് ശ്രദ്ധിക്കുന്ന സമയത്ത് ആക്കി തീർക്കണം. എൻ്റെ ട്രൂ നേച്ചറിന് ഒരു കൺട്രോളും ഇല്ലാതെ, ട്രൂ നേച്ചർ എന്താണ്? ആത്മാവാണ്. അപ്പൊ എന്തൊക്കെ വേണം? എല്ലാവരെയും ഇഷ്ടപ്പെടണം, എല്ലാവരെയും സ്നേഹിക്കണം, എല്ലാവരുടെ വർത്തമാനം വേണം, എല്ലാത്തിനെയും ആത്മാവായിട്ട് കാണണം, ദേഷ്യപ്പെടരുത്. ഒരുപാട് അല്ലേ, നമുക്ക് പറ്റില്ല, പ്രാക്ടിക്കലി നടക്കില്ല. സജാതീയത്തിൽ നിൽക്കാൻ പറ്റില്ല, വിജാതീയത്തിലേക്ക് പോവും. പക്ഷെ ഇത് നല്ലൊരു ഉദാഹരണമാണ്, നമുക്ക് വളരെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അപ്പൊ നമ്മൾ തന്നെ സ്വന്തം ജീവിതത്തിൽ പലപ്പോഴും ചെയ്തിട്ടുള്ളതാണ്. വേറൊരാൾ ശ്രദ്ധിക്കുമ്പോൾ വലിയ ഭക്തനായിട്ടും വലിയ ധ്യാനം ചെയ്യുന്ന ആളായിട്ടും വലിയ വേദപണ്ഡിതനായിട്ടും ഒക്കെ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ ചെയ്യും. യഥാർത്ഥ ഞാൻ എന്താണെന്ന് നമുക്കറിയാം ഉള്ളിൽ. അത് നമ്മൾ ചുമ്മാ ഇരിക്കുമ്പോഴേ വരുള്ളൂ, ആരും ശ്രദ്ധിക്കാതിരിക്കുമ്പോഴേ അത് വരുള്ളൂ. മറ്റുള്ളവർ ശ്രദ്ധിക്കുമ്പോൾ ഒക്കെ നമ്മൾ അഭിനയിക്കുക ചെയ്യുന്നത്. അത് യഥാർത്ഥമല്ല. ആ അഭിനയം പാടില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഞാൻ ആത്മസ്വരൂപനാണെന്ന് അഭിനയിക്കാനുള്ളല്ലോ, അത് അഭിനയിക്കാനുള്ളതല്ലല്ലോ, സ്വയം മനസ്സിലാക്കേണ്ടതല്ലേ. ആ വളരെ വലിയൊരു കാര്യമാണ് ഈ ശ്ലോകത്തിൽ ആചാര്യസ്വാമി അത് പറഞ്ഞു തന്നിരിക്കുന്നത്. അങ്ങനെ ചെയ്താൽ എന്തുണ്ടാവും? പരാനന്ദ. ഈ നിയമം പാലിച്ചാൽ, ഞാൻ ആത്മസ്വരൂപമാണ് എന്ന് എപ്പോഴും ഇരുന്ന് വിജാതീയ ചിന്തകളെ അതിൽ നിന്ന് മാറ്റി സജാതീയമാക്കി മാറ്റിക്കൊണ്ടിരുന്നാൽ എന്ത് സംഭവിക്കും? പരാനന്ദ, ഏറ്റവും അനിർവചനീയമായ ആനന്ദത്തെ അത് തരും. നമ്മുടെ ഓരോ ഫീലിങ്സും ഓരോ തോട്ട്സും ഇങ്ങനെ നമുക്ക് ആ സുഖത്തെ തന്നുകൊണ്ടിരിക്കും. ഞാൻ പൂർണ്ണൻ, ഞാൻ പൂർണ്ണൻ, എനിക്കിനി ഒന്നും വേണ്ടതായിട്ടില്ല, ഞാൻ സർവജ്ഞനാണ്, സർവവും എനിക്കുണ്ട്, ഞാൻ ആത്മസ്വരൂപമാണ്, എന്നിലില്ലാത്തതായിട്ടൊന്നുമില്ല, ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം എന്നിലുണ്ട്, അതെല്ലാം ഞാൻ തന്നെയാണ്, ഞാനല്ലാതെ ഇവിടെ ഒന്നുമില്ല, ഞാൻ ബ്രഹ്മസ്വരൂപമാണ്, ബ്രഹ്മമാണ് ഈ ഭൂമി മുഴുവൻ, ഞാൻ ബ്രഹ്മസ്വരൂപമാണ്. ഇപ്പോ ഞാൻ പൂർണ്ണൻ എന്നുള്ളതും ഒരു തോട്ടാണ്, ഒരു ചിന്തയാണ്. ഞാൻ മൂഢൻ എന്ന് വിചാരിക്കുമ്പോഴോ അതും ഒരു തോട്ടാണ്, അല്ലെ? രണ്ടും ചിന്തയല്ലേ? പൂർണ്ണൻ എന്നുള്ളതും ചിന്തയാണ്, മൂഢൻ എന്നുള്ളതും ചിന്തയാണ്. അപ്പോ സജാതീയ വൃത്തിയിൽ വരുന്ന തോട്ട് ഞാൻ പൂർണ്ണൻ എന്നുള്ളത്, വിജാതീയത്തിൽ വരുന്നത് ഞാൻ മൂഢൻ എന്നുള്ളത്. അപ്പൊ വിജാതീയത്തിനെ സജാതീയം കൊണ്ട് മാറ്റണം. അപ്പൊ അതിനെന്ത് വേണം? അതിനെ സാധനകളെ കൂടുതൽ കൂടുതൽ ഭംഗിയായിട്ട് കൊണ്ടുവന്ന് എപ്പോഴും ഉള്ളില് ആത്മജ്ഞാനത്തെ നിറയ്ക്കണം. അപ്പോ
സജാതീയം ഉള്ളിൽ വന്നാൽ എന്തുണ്ടാവും? അവിടെ അദ്വൈതം മാത്രമേ ഉണ്ടാവും. ഞാൻ മാത്രമേ ഉള്ളൂ അവിടെ, വേറൊന്നും ഇല്ല, എല്ലാം ഞാൻ തന്നെ. അപ്പൊ അവിടെ അദ്വൈതമാണ് അവിടെ വരുന്നത്. അദ്വൈതം എന്ത് തരും? പരിപൂർണ ആനന്ദത്തെ തരും. രണ്ടുണ്ടെങ്കിലേ ദുഃഖം. നമ്മൾ നേരത്തെ അത് പഠിച്ചിട്ടുണ്ട്. രണ്ടാമതൊന്നില്ലെങ്കിൽ എന്ത് ദുഃഖമില്ല. രണ്ടാമത് എന്നൊരു സംഭവം വരുമ്പോഴാണ് ദുഃഖം. അതാണ് ദ്വൈതം. അപ്പൊ അദ്വൈതം എപ്പോഴും പരമാനന്ദത്തെ തരുന്നതാണ്, ആനന്ദത്തെ പ്രമാണം ചെയ്യും. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് ബുധൈഹി നിയമാക്രിയതേ. നിയമാക്രിയതേ ബുധൈഹി പറഞ്ഞല്ലോ. നിയമോഹി പരാനന്ദ നിയമാക്രിയതേ ബുധൈഹി. ബുധൈഹി നിയമാക്രിയതേ. ജ്ഞാനികളാൽ ഈ നിയമസാധനങ്ങൾ തുടർന്ന് ചെയ്യപ്പെടുന്നു. അപ്പൊ എന്താണ് നിയമം? നേരത്തെ കഴിഞ്ഞ ശ്ലോകത്തില് യമത്തെ പറഞ്ഞു. എന്താണ് യമം? എങ്ങനെയാണ് ഇന്ദ്രിയ നിയന്ത്രണം എങ്ങനെയാണെന്ന് അവിടെ പറഞ്ഞത് ഭോഗം കൊണ്ടല്ല, വൈരാഗ്യം കൊണ്ടല്ല, എന്താ പറയാ, വിജാനാത് എന്ന് പറഞ്ഞില്ലേ? സർവം ബ്രഹ്മേതി വിജാനാത്. എല്ലാം ബ്രഹ്മമെന്ന് ആ തത്വത്തിൽ മനസ്സിൽ ഉറപ്പിച്ച് നിർത്തിയിട്ട്, വൈരാഗ്യ അല്ല, ഭോഗവുമല്ല, സർവം ബ്രഹ്മേതി വിജാനാത്, അങ്ങനെ വിചാരിച്ചുകൊണ്ട് യമം പാലിക്കണം. ഇവിടെ നിയമം പറഞ്ഞപ്പോ പറഞ്ഞു വേറൊരു നിയമവുമല്ല. ഇവിടെ സജാതീയ ചിന്തകൾ വിജാതീയ ചിന്തകൾ എന്ന് തിരിച്ചറിഞ്ഞ് ആത്മപരമായ ചിന്തകൾ, ഞാൻ സർവവും, കാണുന്നതെല്ലാം ആത്മാവാണ്, ഞാനും ആത്മാവാണ്, ആത്മാവല്ലാതൊന്നുമില്ല, ബ്രഹ്മമല്ലാതൊന്നുമില്ല എന്നുള്ള ചിന്തയെ മനസ്സിൽ നിറച്ചിട്ട് സംസാരിയായിരിക്കുന്ന രീതിയിലുള്ള ചിന്തകളെ, സംസാരിയാവുമ്പോ എന്താണ്, എപ്പോഴാണോ സംഘം വരുന്നത് അപ്പൊ സംസാരിയായി. അപ്പൊ സംഘമില്ലാതെ ഇരിക്കൽ, സംഘമില്ലാതെ സജാതീയ ചിന്തയെ പൂർണ്ണത കൊണ്ടുവന്ന് വിജാതീയ ചിന്തകളെ ഒതുക്കി ആ ഒരു നിഷ്ഠയിൽ ഇരിക്കേണ്ടതാണ് ഇവിടത്തെ നിയമം. ആരെ സംബന്ധിച്ചിടത്തോളം? നിധിധ്യാസകനെ സംബന്ധിച്ചിടത്തോളം നിയമം. ആദ്യത്തെ സ്റ്റേജിലെ നിയമങ്ങൾ ഇതൊന്നല്ലല്ലോ. അവിടെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഫസ്റ്റ് സ്റ്റേജിലെ നിയമം എന്താണെന്ന് കുറെ പറഞ്ഞു. ഓർമ്മയുണ്ടോ? നോക്കുക. എന്താണ്? ശൗചം, ശുദ്ധി ഉണ്ടാവണം, സന്തോഷമായിരിക്കണം, തപസ് ചെയ്യണം, സ്വാധ്യായം ചെയ്യണം, ഈശ്വര പ്രണിധാനം ചെയ്യണം, സമർപ്പണം ചെയ്യണം. ഇങ്ങനെ കുറെ കാര്യങ്ങളാണ് അവിടത്തെ നിയമത്തിൽ പറയുന്നത്. ഇവിടെ അതല്ല. ഇവിടെ അതൊക്കെ പോയി ആ സ്റ്റേജിൽ നിന്നൊക്കെ കടന്ന് ഫൈനൽ സ്റ്റേജിൽ വന്ന് നിൽക്കുന്ന ഒരു ജ്ഞാനി. ആ ജ്ഞാനി സാധനയിൽ ആ ജ്ഞാനനിഷ്ഠയിൽ ഉറച്ചു നിൽക്കാനായിട്ട് എപ്പോഴും, അതാണ് ബുധൈ എന്ന് പറഞ്ഞു. അവരെന്താ ചെയ്യുന്നേ? നിയമാക്രിയതേ, ഈ നിയമത്തെ ചെയ്യുന്നു. ഏത് നിയമത്തെ? ഞാൻ പൂർണ്ണനാണ് എന്ന സജാതീയ ചിന്തകളെ കൊണ്ട്, ഞാൻ സംസാരിയാവുമ്പോൾ ഉണ്ടാകുന്ന വിജാതീയ ചിന്തകളെ എല്ലാം മാറ്റി നിർത്തുന്നു. അപ്പൊ ഈ നിയമസാധനങ്ങൾ തുടർന്ന് ചെയ്യുന്നു. അത് തുടർന്ന് ചെയ്തിട്ട് അവസാനം വിജാതീയ ചിന്തകൾ ഉദിക്കില്ല മനസ്സിൽ. അത്രയും വരെ കാലം ചെയ്യണത്. ചെയ്തുകൊണ്ടേയിരിക്കുമ്പോ വിജാതീയം ഉണ്ടാകില്ല. പഴയ സംസ്കാരം എല്ലാം പോയിട്ട് അതിനകത്ത് സജാതീയ സംസ്കാരം ഉണ്ടെങ്കിൽ അത് മാത്രമേ പുറത്തേക്ക് വരുള്ളൂ. ഫുള്ളായിട്ട് അതിലായിരിക്കും എപ്പോഴും ഉണ്ടായിരിക്കുന്നത്. അല്ലാതെ വേറൊന്നും അവിടെ വരില്ല. അതുകൊണ്ട് റെഗുലർ ആയിരിക്കണം. ഈ സാധന ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോ വിജാതീയ ചിന്തകൾ ഒടുങ്ങും, ഇല്ലാതെ കണ്ടാകും. ഇത് ചെയ്തുകൊണ്ടേ ഇരുന്നാൽ വിജാതീയ ചിന്തകൾ അമർന്നു പോകും. ഇപ്പൊ തന്നെ നമുക്കറിയാലോ എത്രയോ വ്യത്യാസം നമ്മളിൽ ഉണ്ടായിട്ടുണ്ട്. അതിനെ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ സ്വയം ഒരു അനാലിസിസ് നടത്തണം. കുറേ മാറ്റം വന്നിട്ടുണ്ട്. നമുക്ക് ഫുൾ ടൈം ഇരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതുള്ളൂ. കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അത് സംഘം കൊണ്ടാണ്, മമത കൊണ്ടാണ്, സംഘം കൊണ്ടാണ്. അതും കുറേശ്ശെ മാറ്റി 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 വന്നാൽ നമ്മളും ആത്മനിഷ്ഠനാകാം, നമുക്കും സാധിക്കും. അപ്പോ പൂർവ സംസ്കാരത്തിൽ നിന്ന് വരുന്ന വിജാതീയ ചിന്തകളെ എങ്ങനെ മാറ്റി എടുക്കാം എന്ന് ഇവിടെ ആചാര്യസ്വാമികള് പറഞ്ഞു തന്നു. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്താ വെച്ചാൽ നമ്മളിലൊക്കെ എന്തെങ്കിലും ഒരു നെഗറ്റീവ് കാണുന്നുണ്ടെങ്കിൽ, സ്വയം നമുക്കറിയാം ഉണ്ട്, കുറെ നെഗറ്റീവ് ഉണ്ട്. ആ നെഗറ്റീവുകളെ, അത് പൂർവ്വജന്മ സംസ്കാരം കൊണ്ട് വന്നതാണ്. ഇപ്പൊ നമ്മൾ പുസ്തകത്തിൽ നിന്ന് പഠിച്ചതല്ല. അത് നമുക്ക് ഏതെങ്കിലും ഗുരുനാഥനം ഉപദേശിച്ചതല്ല. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ പൂർവ്വജന്മ സംസ്കാരം കൊണ്ട് വന്നതാണ്. എന്താ വെച്ചാൽ കുറെ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ശരീരം കിട്ടത്തില്ലല്ലോ.
അപ്പൊ കുറെ ഉണ്ട്. ഈ ഉണ്ടെന്ന് നമുക്കറിയാം. നമ്മൾ ഇത്രയും പഠിച്ചപ്പോ അതിൽ നിന്ന് എന്ത് ബെനിഫിറ്റ് ഉണ്ടാവും എന്നാണ് നമ്മൾ ആലോചിച്ചുകൊണ്ടിരുന്നത്. ഇത്രയും നാളത് എന്താണ് ഇതിൽ ഗുണം, എന്താണ് ഇതിൽ ഗുണം, എന്താണ് ഇതിൽ ഗുണം എന്നൊരു ആലോചനയുണ്ട്. ഇപ്പൊ ആചാര്യസ്വാമി പറഞ്ഞു തരുന്നു, തീർച്ചയായിട്ടും നിങ്ങളുടെ ഉള്ളിലുള്ള ഈ സജാതീയ ചിന്തകളെ ഉണർത്തി, കിട്ടിയിരിക്കുന്ന ഉപദേശങ്ങളെ ഉണർത്തി, ബുക്കുകളിൽ നിന്നും ആചാര്യന്മാരിൽ നിന്നും സത്സംഗങ്ങളിൽ നിന്നും കിട്ടിയ ആ അറിവുകളെ ഉണർത്തി സ്വയം ആത്മസ്വരൂപം, ആ ലക്ഷണങ്ങളെ എടുത്ത്, ആത്മലക്ഷണം, പൂർണ്ണലക്ഷണം, പരിപൂർണ ലക്ഷണം, ഈ ലക്ഷണങ്ങളെ എടുത്ത് സജാതീയ ചിന്തകളെ വളർത്തി വിജാതീയമായ സംസാരപരമായിട്ട് സംഘം കൊണ്ടും കർത്തൃത്വം കൊണ്ടും ഭോക്തൃത്വം കൊണ്ടും ഉണ്ടാകുന്ന ആ വികാരങ്ങളെയെല്ലാം മാറ്റി, ആ വിഷമങ്ങളെയെല്ലാം മാറ്റി, ആ ദുഃഖങ്ങളെയെല്ലാം മാറ്റി, ഞാൻ ആത്മാവാണ്, പരിപൂർണനാണ്, സംതൃപ്തനാണ് എന്ന അവസ്ഥയിലേക്ക് വരാൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളതാണ് ഇവിടെ നിധിധ്യാസകനെ സംബന്ധിച്ചോടമുള്ള നിയമം. ഇതാണ് രണ്ടാമത്തെ സാധനയെ കുറിച്ച് ആചാര്യസ്വാമി പറഞ്ഞ്. അടുത്തത് മൂന്നാമത്തത് ത്യാഗം എന്നുള്ളതാണ്. നമുക്ക് അടുത്ത ദിവസം നമുക്ക് നോക്കാം. എല്ലാവരുടെ പാദങ്ങളിലും നമസ്കാരം. ആചാര്യസ്വാമി ഏറ്റവും വളരെ വളരെ വിലപ്പെട്ട ഉപദേശങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നു. ഇത് നമ്മുടെ ഉള്ളിൽ നന്നായിട്ട് പതിയുവാനും ഇത് അനുസരിച്ച് കുറച്ചെങ്കിലും ജീവിതത്തിൽ കുറേശ്ശെ ആയിട്ടെങ്കിലും ജീവിതത്തിൽ മുന്നേറാനും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ആചാര്യസ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെ ഭാഗങ്ങളിൽ നമസ്കാരം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ബ്രഹ്മാർപ്പണമസ്തു. എല്ലാവർക്കും സായിരാം. Thank you, sir. Sairam, sir. Sairam, sir. സായിരാം. Sairam, sir. സായിരാം.